നമസ്കാരം. ഒരു കമ്പനി അവരുടെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് പ്രൈസസിൽ ഏകദേശം 367% ഒരു വർധന ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്പനി. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ ഒരു വർഷത്തെ അവർ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 1517% വർദ്ധിപ്പിച്ചൊരു കമ്പനി. അതുപോലെ തന്നെ അവരുടെ സെയിൽസ് ഗ്രോത്തും ഏകദേശം 202% വർദ്ധിച്ചു എന്ന് കാണാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ അവരുടെ റവന്യൂ ഗ്രോത്ത് 315%ഓളമാണ് അവർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ വളരെയധികം റിഗ്രറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കമ്പനിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ എന്തൊക്കെയാണ് അവരുടെ സെയിൽസ്, എന്തൊക്കെയാണ് അവരുടെ പ്രോഡക്റ്റ്സ്, എന്തൊക്കെയാണ് അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവർ ഏതെങ്കിലും രാജ്യത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എന്താണ് ഇത്തരത്തിലുള്ളൊരു സെയിൽസിൻ്റെ ഗ്രോത്തിൻ്റെ കാരണം, ഇനി അവരുടെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് മറ്റൊന്നല്ല, ശക്തി പമ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. കമ്പനി മെയിനായിട്ട് സോളാർ വാട്ടർ പമ്പ്സ്, അതുപോലെ തന്നെ മറ്റ് ഹൈഡ്രോളിക് പമ്പ്സ്, അതുപോലെ തന്നെ മോട്ടോഴ്സ്, ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് അവർ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങളോട്ട് ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ കമ്പനിയുടെ ജസ്റ്റ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 9380 കോടി രൂപയാണ്. കറൻറ്റ് പ്രൈസ് 780 രൂപയാണ്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 901 രൂപയിൽ നിന്നാണ് 750 രൂപയിലോട്ട് താഴ്ന്നിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് PE എന്ന് പറയുന്നത് 28.5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 45.6 ആണ് എന്ന് പറയുക. ഇൻഡസ്ട്രി PE എന്ന് ഏകദേശം താഴ്ന്നിട്ടാണ് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസസ് PE എന്നും കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ROCE 31